സമയം വെളുപ്പിന് 4:56. വളരെ വിരളമായിട്ട് ഞാൻ ഈ ഒരു സമയമൊക്കെ ഞാൻ കാണാറുള്ളൂ കേട്ടോ. ഇന്ന് എന്തുകൊണ്ടാണ് ഇത്ര രാവിലെ ഞാൻ എണീക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ രാവിലെ തന്നെ ജിമ്മിൽ പോവുകയാണ്. സാധാരണ ഒരു 10 മണി തൊട്ട് 12 മണി വരെയുള്ള ബാച്ചിലേക്കാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകാറ്. ആ ഒരു സമയത്താണ് ലേഡീസ് മാത്രമുള്ള ഒരു ബാച്ച്. പക്ഷേ ഇന്ന് ഞാൻ 6 മണിക്ക് തന്നെ വർക്കൗട്ടിന് പോകാമെന്ന് വെച്ചു. കാരണം എനിക്ക് ആ ഒരു 10 മണി സമയത്ത് പോകാൻ ഇന്ന് കുറച്ച് അസൗകര്യം ഉണ്ടായിരുന്നു. വേറെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ 6 മണി ബാച്ചിൽ പോയിട്ട് പരിപാടി തീർക്കാമെന്ന് ഞാൻ അങ്ങ് കരുതി. പിന്നെ അത് മാത്രമല്ല, ഒരു തവണ ഞാൻ ഈ 6 മണി ബാച്ചിൽ പോയപ്പം ഒരു പ്രത്യേക സുഖം എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ ബോഡിക്കാണെങ്കിലും മൈൻഡിനാണെങ്കിലും രാവിലെ തന്നെ വെറും വയറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക സുഖം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പോകാനും ഇഷ്ടമാണ്. പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് ഞാൻ മടിക്കുന്നത്. പിന്നെ 10 മണി ബാച്ചിൽ പോകുമ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്സും ആ ഒരു ടീമും മൊത്തം ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ മിസ് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ പോകുന്നത് കേട്ടോ. അത് ഞാൻ പോകുന്നത്. അപ്പം എന്താ ഇന്നിപ്പോൾ ഇത്ര ആവേശത്തിൽ ഞാൻ ഈ രാവിലെ പോകാൻ തന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. ഒരു 15 ദിവസത്തെ ലീവിന് നിശ്ചയം വന്ന വക പുറത്തത്തെ ഫുഡ് അടിയും കാര്യങ്ങളും ഡയറ്റ് തെറ്റിക്കലും എല്ലാമായിട്ട് 2 കിലോ എനിക്കങ്ങ് കൂടി. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടെ ഞാനിപ്പോൾ വർക്കൗട്ടാണ്. അല്ലെങ്കിൽ സാധാരണ 10 മണിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നങ്ങ് വെക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. പക്ഷേ ഇത് കുറച്ച് ഒരു ഉദ്ദേശമുണ്ട്, നമുക്ക് വേഗം തന്നെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു വന്നതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ തന്നെ പോയി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കും. ഒരു ദിവസം മുടക്കാൻ ഇപ്പം മനസ്സങ്ങ് അനുവദിക്കുന്നില്ല. അത്യാവശ്യത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ, സമയം വൈകി പോകാൻ ഇറങ്ങുമ്പോൾ എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാട്ടെ, എൻ്റെ മുടി എനിക്ക് മരിക്ക് ചീവിയെ നിൽക്കില്ല, സൈഡിൽ എനിക്ക് കിട്ടത്തില്ല. ലാസ്റ്റ് എല്ലാം കൂടെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ എല്ലാം കൂടെ വാരി വലിച്ച് കെട്ടി ഒരൊറ്റ കെട്ടാക്കി ബണ്ണ് വിട്ട് ഞാൻ ഇറങ്ങാൻ പോവാട്ടോ. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവിക്കാറുണ്ടോ എന്നുള്ള കാര്യം പറയണം. ഒരു ആവശ്യത്തിന് ഇറങ്ങാൻ നേരത്തെ ഈ മുടി നമ്മളെ ചതിക്കുന്ന പരിപാടി. അത് ലിപ്സ്റ്റിക്കും കാര്യങ്ങളും മോയ്സ്ചറൈസറും സൺസ്ക്രീനും കാജലും ഐബ്രോയും ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ പെർഫ്യൂം മറക്കാൻ പാടില്ല. അത്ര വേർത്ത് കഴിയുമ്പോഴത്തേക്കും അടുത്തുള്ളവരെ നമ്മൾ നാറ്റിച്ച് ഓടിക്കാൻ പാടില്ലല്ലോ. നേരെ താഴേക്ക് പോകുക കേട്ടോ. താഴേക്ക് ഇറങ്ങി നേരെ ഇനി പോയാൽ മാത്രം പോരാ, എനിക്ക് അതിന് മുമ്പ് ജോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അവന് ബ്രെഡ് റോസ്റ്റ് വേണം, അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ഉണ്ടാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും 7 മണി വരെയാണ് വർക്കൗട്ട്. ഒരു 7:30 ആവും ഞാൻ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ അവൻ 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അവൻ കഴിച്ചെങ്കിൽ മാത്രമേ 8 മണിക്ക് അവൻ്റെ ഓട്ടോ വരുമ്പോഴത്തേക്ക് അവനെല്ലാം റെഡിയായി പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ബ്രെഡ് റോസ്റ്റ് അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ അത് വേഗം കഴിക്കുകയും ചെയ്യും. അവന് ഇഷ്ടമുള്ള സാധനവുമാണ്. പിന്നെ അതങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാം, ആ പരിപാടി അങ്ങ് തീരുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ അതുണ്ടാക്കി വെച്ചിട്ട് പോകുന്നത്. അവന് ഭക്ഷണം കഴിക്കാൻ കുറച്ചധികം സമയം എടുക്കും. ഇതാണെന്നുണ്ടെങ്കിൽ അവൻ അധികം സമയം എടുക്കത്തില്ല, അത്യാവശ്യം കുറച്ച് വേഗത്തിൽ അവനും കഴിച്ചോളും. അപ്പം ബ്രെഡ് റോസ്റ്റും കാര്യങ്ങളും ഇവിടെ ഞാനിവിടെ റെഡിയാക്കി കാസറോളിലാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ കുറച്ചും കൂടെ പരിപാടിയുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് വേഗം തീർക്കാം. വെള്ളവും ബാഗും എല്ലാം എടുത്തിട്ട് ഞാൻ വേഗം തന്നെ ഇറങ്ങും കേട്ടോ. ഓൾറെഡി സമയം ഒത്തിരി വൈകി. അവിടെ കറക്റ്റ് 6 മണിക്ക് തുടങ്ങും. അപ്പോൾ ഇപ്പം തന്നെ സമയം 5:35 അവിടെ ഞാനവിടെ എത്തുന്നതിന് ഒരു 10 മിനിറ്റ് സമയം എന്തായാലും എടുക്കും. അപ്പോൾ ബാഗും എടുത്തു. ഇന്ന് കാറാണ് എടുക്കുന്നത്. എനിക്ക് പൊതുവേ കാർ എടുത്ത് പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല, സ്കൂട്ടിയിൽ പോകുന്നതാണ് താല്പര്യം. പക്ഷേ ഭയങ്കര തണുപ്പാണ്. ഒരു തവണ ഞാൻ സ്കൂട്ടിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഐസ് ആയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർ എടുത്ത് പോകാമെന്ന് വെച്ചു. ഹീറ്ററൊക്കെ ഓണാക്കി ഓൾറെഡി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹെഡ് ലൈറ്റൊക്കെ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഗേറ്റും തുറന്ന് വീടിനുള്ളിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ലോക്ക് ചെയ്ത് കീ എടുത്ത് ഇറങ്ങും കേട്ടോ. രാവിലെ തന്നെ ഇന്നലെ ചെരുപ്പ് കഴുകി വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഇറങ്ങാൻ നേരത്തെ ഒന്ന് കഴുകേണ്ടൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു. നല്ല തണുപ്പത്ത് ആ വെള്ളം കാലിലോട്ടങ്ങ് വന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ തണുത്ത് വരച്ച് പോയിട്ടോ. പിന്നെ എൻ്റെ മടി കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്, അങ്ങോട്ട് പോവുകയാണ്, കാറെടുത്ത് ഞാൻ പോവുക കേട്ടോ. ഈ ഒരു സമയത്ത് പോകുമ്പോഴത്തേക്കും റോഡിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ 2-3 തവണ ഈ ഒരു പകൽ സമയത്ത് 6 മണി സമയത്ത് ഞാൻ പോയപ്പം റോഡിലൊക്കെ ഒരുപാട് ആൾക്കാർ നടക്കുന്നത് കാണാം ഈ ഇത്രയും തണുപ്പത്തെ. അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് അവരൊക്കെ എന്ത് ആത്മാർത്ഥതയുള്ളവരാ നടന്ന് ഈ ഇത്രയും തണുപ്പുള്ള സമയത്തെ. ഭയങ്കര തണുപ്പാണ്, രാവിലെ മഞ്ഞും കാര്യങ്ങളും എല്ലാം തന്നെ വീഴുന്നുണ്ട്. അതൊക്കെ മൈൻഡ് ആക്കാണ്ട് അവരിങ്ങനെ നടന്ന് ഹെൽത്തിനെ അത്രയും അവർ നോക്കുന്നല്ലോ നോക്കി ഓർത്തപ്പോൾ എനിക്ക് അതിശയം തോന്നിട്ടോ. ഞാനാണെങ്കിൽ ചെയ്തില്ല, മടിച്ചായിട്ട് വീട്ടിൽ ഇരിക്കുകയുള്ളൂ, ഉറങ്ങുകയുള്ളൂ കേട്ടോ. ഇത് ഞങ്ങൾ 2-4 ടൗണാണ്. നോക്കി ഈ ഒരു സമയത്ത് അവിടെ ആൾക്കാരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. ഇത് ഞങ്ങളുടെ മാനന്തവാടി ടൗണാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എവിടേക്ക് പോകാൻ വേണ്ടി ആൾക്കാർ ബസ്സും കാത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണാൻ നല്ല രസമാണ് എനിക്ക്, ഈ ഒരു വെളുപ്പാങ്കാലത്ത് ഈ ഒരു ടൗണിലെ കാഴ്ചകൾ. അപ്പോൾ ഞാൻ ഡയന മൾട്ടി ജിമ്മിലോട്ടാണ് ഞാൻ പോകുന്നത്. ഡയന എന്നാണ് എൻ്റെ ജിമ്മിൻ്റെ പേര്. അപ്പം ജിമ്മിൻ്റെ ഫ്രണ്ടിലെത്തി. എല്ലാവരും എത്തി തുടങ്ങിയിട്ടില്ല, എല്ലാവരും എത്തി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ജിമ്മിൻ്റെ ഉൾഭാഗം ഇതാണ് കേട്ടോ. ആൾക്കാരെ എല്ലാവരും ഞാൻ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അവരുടെ പ്രൈവസി ഉണ്ടല്ലോ. അപ്പം ഇന്ന് കൃത്യം 7 മണി ആയപ്പോഴത്തേക്ക് ഞാൻ വർക്കൗട്ട് നിർത്തി. അല്ലെങ്കിൽ മെഷീൻസൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നതായിരുന്നു, ജോന സ്കൂളിൽ പോകേണ്ടതുകൊണ്ട്.
ശരിക്കും മടുത്തു, വേർത്ത് കുളിച്ചു. പക്ഷെ നല്ലൊരു മൈൻഡ് നല്ല ഫ്രഷ് ആക്കും കേട്ടോ ഈ രാവിലെ വെറും വയറ്റിൽ വർക്കൗട്ടും ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ പെട്ടെന്ന് റിസൾട്ടും കിട്ടും. ഞങ്ങൾ 10 മണിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കുറേയൊക്കെ അങ്ങനെ ഉഴപ്പും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള വർക്കൗട്ട് മാത്രമേ ഉള്ളൂ. തിരിച്ചു പോകാൻ നേരം ആയപ്പോഴത്തേക്ക് അവിടെ റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ജോൻ അവിടെ ഇരുന്നുകൊണ്ട് ബ്രെഡ് റോസ്റ്റ് കഴിക്കുന്നുണ്ട്, കൂടുതൽ സ്വപ്നവും കാണുന്നുണ്ട്. ഇവൻ്റെ മെയിൻ സ്വഭാവം ഇതാ, സ്വപ്നം കണ്ടോണ്ട് ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ. കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കി വെള്ളവും കൂടെ കുടിച്ചിട്ട് നേരെ മുകളിലേക്ക് പോയി. അപ്പോൾ നോക്കുമ്പോൾ സമയം 7:20 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമ്പോൾ ജോഡ് നല്ല ഉറക്കവുമാണ്. അതുകൊണ്ട് തന്നെ നല്ല വേർതിരിക്കുമല്ലോ, അപ്പോൾ ഒന്നുകൊണ്ട് കുളിക്കണം. അപ്പോൾ ഞാൻ അതാ കുളിച്ചിട്ട് വന്നു. കുളി കഴിയുമ്പോൾ ഉള്ള ഒരു സ്കിൻ പ്രിപ്പറേഷനും കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിവിടെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ ഞാൻ നിർബന്ധമായിട്ട് ഞാൻ ഇടും. കാരണം ഈ ഒരു മോയ്സ്ചറൈസർ എൻ്റെ സ്കിന്നിനെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഡ്രൈനെസ് ഒക്കെ മാറ്റി സോഫ്റ്റ് ആക്കുന്നുണ്ട്. മാത്രമല്ല ലിപ് ബാമും, മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും, ഇപ്പം കുളിച്ചിട്ടില്ലെങ്കിൽ കൂടെയും രാവിലെ ബ്രഷൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു 2 പരിപാടി തീർത്തിട്ടായിരിക്കും ഞാൻ താഴേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ എന്താ ചെല്ലുമ്പോൾ ജോൻ റൂമിലിരുന്ന് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്, യൂണിഫോം ഒക്കെ ഇട്ടു, ഇൻസൈഡൊക്കെ ചെയ്തു. ഇതാട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഒരു മെയിൻ ഘടകമാണ് ഈ ഒരു സ്മൂത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സാധാരണ എനിക്കിങ്ങനെ ഓടിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കത്തുള്ളൂ. ഇതും ഒരു കപ്പും കുറച്ചും കൂടെ ബാക്കി അതിനകത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിർത്തും. അപ്പോൾ ജോൻ കൂട്ടൻ റെഡി ആയിട്ട് വന്നു. ഞാൻ എൻ്റെ സ്മൂത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നു. വയറ് അത്യാവശ്യം ഫില്ലായിട്ട് തോന്നുമെങ്കിലും ഇതൊരു വാട്ടർ കണ്ടൻറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിശക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാനങ്ങ് പിടിച്ച് നിൽക്കട്ടെ, വെള്ളം കുടിച്ച് ഞാനങ്ങ് മാനേജ് ചെയ്യും. എൻ്റെ ഡയറ്റ് ചാർട്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതാ ജോൻ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അവൻ സ്കൂളിൽ പോകാൻ വേണ്ടി അവനും ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാനിത് എൻ്റെ ബാക്കി ഉണ്ടായിരുന്ന സ്മൂത്തിയും കൂടെ കുടിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു ജിം ഡേ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ജിമ്മിൽ പോകുമ്പോൾ എൻ്റെ ഒരു ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.